ഇല്ലാത്തവർക്ക് എന്താ ഈ നാട്ടിൽ ജീവിക്കണ്ടേ? കുട്ടികളായില്ലേ, വിശേഷമായില്ലേ, കേട്ട് കേട്ട് ഞാൻ മടുത്ത്. ഇത് തന്നെയല്ലേ ഞാനും കേൾക്കുന്നത്. ഞാൻ പരിശ്രമിക്കാഞ്ഞിട്ടാണ്. ഞാൻ ഡെയിലി പരിശ്രമിക്കാറില്ലേ. പരിശ്രമിക്കാം. മക്കളെ അവിടെ പോയിട്ട് ഒരു തൊട്ടിലിട്ട കാര്യല്ലേ, ഞങ്ങൾ അവിടെ പോയി തൊട്ടിലും കെട്ടി ഉള്ളിയും കെമ്മത്തി അവിടെ കിടന്ന് ഉള്ളുകയും ചെയ്ത് പോരാത്തിന് വൃത എന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച പിടിച്ച് റൂമിൽ കയറ്റിയില്ല. അതിന് ലിസ്റ്റൊക്കെ എന്റെ അടുത്ത് ഞാൻ കാണിച്ചു തരാം. അയ്യോ ബ്ലഡി ഓൾഡ് ലേഡി. ഇന്നോ 4 വരെ നമുക്ക് എത്ര കുട്ടികളാ? അമ്മേ പൈസ ലാഭം നോക്കിട്ടെ ലോക്കൽ സാധനം വാങ്ങിക്കഴിഞ്ഞാൽ 4 അല്ല 16 വരെ അതിനകത്ത് കാണും. എന്തൊരു തലവരെ. എടാ ചേത്തോ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഒരു സമയമുണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ അവളെ ഒഴിവാക്കടാ. നിനക്ക് വേറെ കിട്ടിക്കൂടെ, നീ സ്റ്റിൽ യങ്ങല്ലേ. ഞാൻ അവളെ ഒഴിവാക്കാം. നീ നിന്റെ പെങ്ങളെ എനിക്ക് എത്തിച്ച ഡോക്ടറെ, ഈ EVS വഴി പെട്ടെന്ന് കുട്ടികളുണ്ടാവും? IVF വഴി ഉണ്ടാകുമോ? കുട്ടികളില്ലാത്തവർക്ക് IVF മാത്രമല്ല ലാസ്റ്റ് ഓപ്ഷൻ. നിങ്ങൾ എന്തായാലും മിംസിലെത്തിയല്ലോ, ഇനി മിറാക്കിൾ സംഭവിക്കും. വെറുതെ കുറെ ഉള്ളിയാ മതി. ആദ്യം ഇവിടെ വന്നാ മതിയായിരുന്നു. അതെ പോവാം. പാലട സേമിയ ശർക്കര പായസം ഉണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ എല്ലാവരും ഉണ്ടാക്കി ചോദിച്ചു കൊടുക്കണം. അല്ല എടാ ജിത്തു, വിശേഷം ഒന്നും ആയില്ലേ? ആയി. ഇവന്മാരെ ചോദ്യം ചെയ്യല്. പൊന്നു, ആ വയറ് വെച്ചോടല്ലേ.